2025 ജൂബിലി സ്പെഷ്യൽ VFF ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമുളി ചക്കരമുത്തി ഉമ്മകളായിരം ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ ഓടിവാ ഓടി ഓടിവാ. വിശന്നും ദാഹിച്ചും തളർന്നപ്പോ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്നായും കാടപ്പക്ഷിയും കൊടുത്തില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ എന്റെ പൊന്നുമോള് തളർന്നു പോവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും നേരമില്ല അമ്മേ, ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. വന്നിട്ട് കഴിച്ച പോരെ? കഴിക്കാൻ മാത്രം നേരമില്ല. ഇനി എപ്പ വരാനാ? എന്റെ പൊന്നുമോൾക്ക് അമ്മ വാരി തരാടാ. അയ്യേ, ഈ അമ്മ എന്തായി കാണിക്കുന്നേ? ഞാൻ വലിയ കുട്ടിയായി, ഫ്രണ്ട്സ് ഇപ്പൊ എത്താറായി. അവര് കണ്ട എന്നെ കളിയാക്കി കൊല്ലും. ഓ പിന്നെ, അവരും ഇങ്ങനെയൊക്കെ തന്നെ. മക്കൾ എത്ര വലുതായാലും ഞങ്ങൾ അമ്മമാർക്ക് നിങ്ങൾ എന്നും കുഞ്ഞുങ്ങളാണ്. രാജാവായാലും യാചകനായാലും ഈശോയ്ക്ക് വേർതിരിവൊന്നുമില്ല. അവിടത്തേക്ക് നമ്മളെല്ലാം മക്കളല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളെ പോലെയുള്ളവർക്കും സ്വർഗം തരാമെന്നാ ഈശോ പറഞ്ഞത്. എല്ലാവരും എത്തിയല്ലോ. ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ മന്നായും കാടയിറച്ചിയുമായി ഞങ്ങളുടെ പിറകെ നടന്നാൽ, വിശക്കുമ്പോൾ അപ്പവും ഇറച്ചിയും വായിൽ വെച്ച് തന്ന് ഞങ്ങളോടൊപ്പം നിന്നാൽ, അങ്ങനെ നിങ്ങൾ മുതിർന്നവർക്കും സ്വർഗം കിട്ടും. ഓക്കെ നിങ്ങൾ പറയും പോലെ. പക്ഷെ അവനും അവൾക്കും ആകാമെങ്കിൽ നിങ്ങൾക്കും വിശുദ്ധരാകാമെന്ന് മറക്കാതിരിക്കണം. ഫറവോയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഇസ്രായേൽ മക്കൾ ആവേശത്തോടെ യാത്ര തിരിച്ചു. എന്നാൽ ആ ആവേശം അധികം നീണ്ടു നിന്നില്ല. നിങ്ങൾ അങ്ങനെ ആവരുത്. തടസ്സങ്ങൾ വന്നപ്പോൾ അവർ പകച്ചുപോയി, ദൈവത്തെ മറന്നുപോയി, മോശയെ കുറ്റപ്പെടുത്തി. പ്രതിസന്ധികൾക്ക് മുമ്പിൽ അവർ പലപ്പോഴും പഴയ മനുഷ്യരായി, നമ്മളെ പോലെ. പരാതിയും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം ഇന്നും നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ. എല്ലാം തനി ആവർത്തനം. ദൈവത്തെയായാലും മനുഷ്യരെയായാലും കുറ്റപ്പെടുത്താൻ മനുഷ്യർ മത്സരിക്കുന്നു. അവര് നമ്മളൊക്കെ പച്ച മനുഷ്യരല്ലേ? ആദി മാതാപിതാക്കളുടെ ബലഹീനതകളൊക്കെയുള്ള സാധാരണ മനുഷ്യർ. പ്രതിബന്ധങ്ങൾക്ക് മുൻപിൽ പതറാത്തത് ആരാ? വിശുദ്ധരിൽ മിക്കവരും വീഴ്ചയിൽ നിന്ന് എണീറ്റവരാ. ശരിയാ. എന്നാലും അപ്പത്തിനും വെള്ളത്തിനും പോലും എപ്പോഴും മോശയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ, മറ്റുള്ളവരെ കുറ്റം പറയുന്നതും അത് കേൾക്കുന്നതും പാപമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ പാപം ചെയ്യാൻ ഇനി നാവും ചെവി ഉപയോഗിക്കരുത്. ഇന്നലെ തുടങ്ങിയ ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ നമുക്കും അവർക്കൊപ്പം കൂടിയാലോ? യെസ്, ഐഡിയ. നമുക്ക് വിട്ടാലോ? നമ്മളിപ്പോൾ ചെങ്കടലിന്റെ തീരത്ത് അലമുറയിട്ട് കരയുന്ന സഹോദരിമാരുടെ മധ്യത്തിലാണ്. ചെങ്കടലിന് നടുവിലൂടെ തന്റെ മക്കൾക്ക് പാതയൊരുക്കിയ ദൈവം അവരെ പിന്തുടർന്ന ഈജിപ്തിന്റെ പടയാളികളെ ചെങ്കടലിന്റെ ആഴങ്ങളിൽ മുക്കിക്കൊന്നു. ആഴങ്ങളിൽ അമർന്നു പോയവരെ കുറിച്ചുള്ള കൂട്ടവിലാപമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെങ്കടൽ പിന്നിട്ട് മോശയോടൊപ്പം ദൈവജനവും ദൈവത്തെ സ്തുതിച്ചു പാടുന്നു. മഹിതം വിജയം ഘോഷിക്കാം തകർത്താനക്കം തിന്താരോ. മഹിമകൾ ചിലർ തപ്പുകൊട്ടിയും കിന്നരമീട്ടിയും നൃത്തം ചെയ്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയും സ്തുതിയും ഉയരുന്നു. തങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് അവർ ഒരിക്കൽ കൂടെ തെളിയിക്കുന്നു. എവിടെന്ന്? മനുഷ്യൻ നിറമാറുന്നത് വളരെ പെട്ടെന്നാണ്. യാത്ര മരുഭൂമിയിൽ എത്തിയിട്ട് ദിവസം 3 വെള്ളമില്ലാതെ വലഞ്ഞവർ മോശയ്ക്കെതിരെ പുറകുറുക്കുന്നു. മാറായിൽ വച്ച് അവർക്ക് മധുരജലം നൽകി അനുഗ്രഹിക്കുന്ന ദൈവം. ഇതാ വീണ്ടും മരുഭൂമി. പട്ടിണിക്കിട്ടവരെ കൊല്ലാനായിട്ടാണ് മോശ ശ്രമിക്കുന്നതെന്ന ആരോപണം ഉയരുന്നത് ഞങ്ങൾ കേൾക്കുന്നു. അവരുടെ ആവലാദികൾ കേട്ട് കർത്താവ് കരുണ കാണിക്കുന്നു. കർത്താവിന്റെ മഹത്വം മരുഭൂമിയിൽ വീണ്ടും അവർ ദർശിക്കുന്നു. സായംകാലത്ത് മാംസവും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ റഫീദീമിൽ പാളയമടിക്കുകയാണ്. വീണ്ടും ഒരു കലഹത്തിന്റെ വാർത്ത പരക്കുന്നു. മോശയോട് ദൈവജനം കലഹിച്ചു.
വിളിക്കുന്നു. മോശയുടെ നിലവിളി ശബ്ദമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്പം കൂടി കഴിഞ്ഞാൽ അവരെന്നെ കല്ലെറിയും. ഒരു നല്ല നേതാവിന്റെ സങ്കടങ്ങൾ എന്നൊരു പുസ്തകം മോശയെ കുറിച്ച് പുറത്തു വരാൻ സാധ്യതയുള്ളതായി കേൾക്കുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് ഹൊറേബിലെ പാറയിൽ വടികൊണ്ടടിക്കുന്ന മോശ, പാറ പിളർന്ന് വെള്ളമൊഴുകുന്ന അത്ഭുത കാഴ്ച. ഹോ, തളർന്നു. ഇതാ യുദ്ധത്തിന്റെ പെരുമ്പറ മുഴങ്ങുന്നു. യുദ്ധം, പൊരിഞ്ഞ യുദ്ധം, ഇസ്രായേല്യരും അമലേക്യരുമായി യുദ്ധം. മക്കളെ, ഈശോയുടെ ചങ്കുകളെ, യുദ്ധം തുടരട്ടെ, അല്ലേ? വിജയം ദൈവമക്കൾക്കല്ലേ? പക്ഷേ യുദ്ധസമയത്ത് ദൈവത്തെ കൂടെ നിർത്തണം. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ തട്ടിത്തകർത്ത് മുന്നേറാൻ കർത്താവിന്റെ കരം പിടിച്ചു നടക്കണം. കൊലപാതകമാണ് മക്കളെ, യുദ്ധമല്ല, സമാധാനമാണ് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത്. ഇന്നത്തെ യുദ്ധങ്ങൾക്കെതിരെ സ്നേഹത്തിന്റെ കോട്ടകൾ തീർക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി അണിചേരണം. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 3 മാസങ്ങൾ പിന്നിട്ടു. ജനത്തെ വിശദീകരിച്ചിട്ട് മോശ സീനായി മലയിലേക്ക് കയറുന്നതു കാണാം. നിങ്ങൾ മിക്കവരും വായിച്ച് പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ദൈവം നേരിട്ടു നൽകിയ 10 കൽപ്പനകളുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിയാലോ? ജീവിത വഴിത്താരകൾക്ക് പ്രകാശമാകുന്ന സർവനിയമങ്ങളും നൽകിയ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കാൻ തുടങ്ങാം. അടിച്ച് കേറി വാ. മക്കളെ ഇടിച്ചു കേറേണം, അടിച്ചു കേറി വാ മക്കളെ ഇടിച്ചു കേറേണം. അടിച്ചു കേറി വന്ന തീരാതെ നിൽക്കണം, വന്നാലിച്ചാഘോഷിക്കാം, അടിത്തിമിർക്കാം, പാടി രസിക്കാം. VFF ലൈവാണ്, അത് സ്റ്റൈലാണ്, അത് വേറെ ലെവലാണ്. ലൈവാണ്, അത് സ്റ്റൈലാണ്, അത് വേറെ ലെവലാണ്. അല്ല, അതുക്കും